ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം. അതെ, അള്ളാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി. എന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല രൂപത്തിൽ അള്ളാഹു അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വചനങ്ങളെ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. വിശ്വസിച്ചവരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ 61-ാം അധ്യായമായ സൂറത്തു സൊഫിലെ 2-ാമത്തെ വചനത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ ചെയ്യാത്തത് എന്തിനെ പറയുന്നു? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്താൽ കൊള്ളാമെന്ന് പറയുകയും യുദ്ധം നിയമിക്കപ്പെട്ടപ്പോൾ അവർക്കത് അസഹ്യമായി തോന്നുകയും പിൻവാങ്ങുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഈ ഒരു ആയത്ത് ഇറങ്ങിയത്. നമ്മൾ ഒരാളെ ഉപദേശിക്കാൻ അർഹരാകുന്നത് നമ്മുടെ ജീവിതത്തിൽ സ്വയം അത് പ്രാവർത്തികമാക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നാം ജീവിതത്തിൽ മറ്റൊരാളെ ഉപദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ നേർച്ചാരൂപത്തിലോ ശബ്ദ മുഖേനയോ വാഗ്ദത്തമായിട്ടോ എന്ത് പറയുകയാണെങ്കിലും നാം ചെയ്ത കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക, പറയാൻ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ മധുരം അമിതമായി കഴിക്കുന്ന കുട്ടിയുമായി ഒരാൾ വന്നു ഉപദേശിക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് മധുരം കഴിക്കാൻ പറയാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ ഒന്നും പറഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വരാൻ പറയുകയാണ് ഉണ്ടായത്. അങ്ങനെ വീണ്ടും വന്നു, കുറച്ചുകൂടെ ദിവസങ്ങൾ കഴിഞ്ഞ് വരാൻ ആവശ്യപ്പെട്ടു. 3-ാമത്തെ പ്രാവശ്യം വരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മധുരം കുറച്ച് കഴിക്കണം എന്ന് ഉപദേശിക്കുകയും പറഞ്ഞയക്കുകയും ചെയ്തു. അപ്പോൾ ചുറ്റുമുള്ള സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യം വന്നപ്പോൾ തന്നെ ആ കുട്ടിയെ ഉപദേശിച്ച് വിടാമായിരുന്നില്ലേ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ മധുരം അമിതമായി കഴിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കാതെ എനിക്ക് മറ്റൊരാളെ ഉപദേശിക്കാൻ അർഹതയില്ല എന്ന്. അതിന് കുറച്ച് കാലതാമസം എടുത്തു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും എല്ലാം മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത ഒരു കാര്യം മറ്റുള്ളവരോട് പറയാനോ ഉപദേശിക്കാനോ പാടില്ല എന്നതാണ്. ഈ ഒരു ആയത്തിന് പിൻബലം നൽകുന്ന ആയത്താണ് തൊട്ടടുത്തത്. അള്ളാഹുവിന് വമ്പിച്ച കോപം തരുന്ന ഒന്നാണ് ഈ ഒരു കാര്യമെന്നാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. തമാശക്ക് പോലും കളവ് പറയരുതെന്ന് പഠിപ്പിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ പ്രവാചകൻ. ആ പ്രവാചകൻ്റെ ജീവിതചര്യയാണ് നാം മാതൃകയാക്കേണ്ടത്. നമ്മൾ വാഗ്ദാനം ചെയ്ത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ മുനാഫിക്കുകളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുക. അവർക്ക് അള്ളാഹു നരകമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രബോധന രംഗത്ത് നിൽക്കുന്ന നമ്മളൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിലുള്ള കാര്യം മാത്രം മറ്റുള്ളവരെ ഉപദേശിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു അനുഭവം കൂടി പങ്കുവെക്കട്ടെ. ഇവിടെ കളിക്കാൻ പോകുന്ന സമയത്ത് ഉമ്മ വിളിച്ച് പറയാണ്, ഇങ്ങോട്ട് വാ, ഞാൻ നിനക്ക് ഇത് തരാമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കേട്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? എൻ്റെ കയ്യിലെ കാരക്ക ഞാൻ കൊടുക്കാമെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക തന്നെ വേണം, ഇല്ല എങ്കിൽ അള്ളാഹു നിങ്ങളുടെ പേരിൽ ഒരു കളവ് രേഖപ്പെടുത്തും എന്ന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതുപോലെ തന്നെ
നമ്മുടെ ജീവിതത്തിൽ നാം പലിശ ഇടപാട് നടത്തുന്ന ആളാണോ എങ്കിൽ നമുക്ക് പലിശയുടെ കുറ്റത്തെക്കുറിച്ച് പറയാൻ ഒരു അർഹതയുമില്ല. അതുപോലെ നമസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളാണെങ്കിൽ മാത്രമേ നമസ്കാരത്തിൽ ജമാഅത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാനും ഉപദേശിക്കാനും അർഹതയുള്ളൂ. ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ കുട്ടികളോട് പറയാറുണ്ട് അല്ലേ, ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ചോറ് ഫുള്ള് തന്നാൽ മാനത്തുള്ള ആമ്പിളി മാമനെ ഞാൻ പിടിച്ചു തരാമെന്നൊക്കെ. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ആയത്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത്. നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം പറയാൻ പാടില്ല. നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.